ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മഹാരാഷ്ട്രയിലുള്ള ഒരു സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്റോറിക് പ്ലേസ് ആണ്, ഭജേ കേവ്സ്. പൂനെക്കടുത്ത് ലൊനാവല സൈഡിലാണ് ഇതുള്ളത്. ഓൾറെഡി ലൊനാവല എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു വൈബ് ഉണ്ടല്ലേ, മിസ്റ്റ്, ഹിൽസ്, ഗ്രീനറി. ആ വൈബിന്റെ ഇടയിലാണ് ഈ ഏൻഷ്യൻ കേവ്സ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭജേ കേവ്സ് എന്താണ്? ഇതൊരു ബുദ്ധിസ്റ്റ് റോക്കറ്റ് കേവ് കോംപ്ലക്സ് ആണ്. അപ്രോക്സിമേറ്റ്ലി 2nd സെഞ്ച്വറി BC ബിൽഡ് ചെയ്തത്. അതായത് 2000+ വർഷം പഴക്കമുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ ബിൽഡിങ്സ് ഒക്കെ ജസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് ഓൾഡാണ്. പക്ഷെ ഇത് 2000 വർഷം സർവൈവ് ചെയ്ത് നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് തന്നെ ഒരു വണ്ടറാണ്. ഇവിടെ ടോട്ടൽ അപ്രോക്സിമേറ്റ്ലി 20 കേവ്സ് ഉണ്ട്. എല്ലാം ഡയറക്റ്റ് റോക്കിൽ നിന്ന് കട്ട് ചെയ്തുണ്ടാക്കിയതാണ്. ആ സമയത്ത് മഷീനറിയൊന്നും ഇല്ല, ജസ്റ്റ് ബേസിക് ടൂൾസ് മാത്രം യൂസ് ചെയ്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അത് തന്നെ നെക്സ്റ്റ് ലെവൽ ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണ്. ഇവിടെ ഏറ്റവും ഫേമസ് ആണ് ഒരു ചൈത്യ ഹോൾ. ഇത് ബേസിക്കലി ഒരു പ്രെയർ ഹോളാണ്. അതിൻ്റെ ഉള്ളിലൊരു സ്തൂപയുണ്ട്. അത് ബുദ്ധിസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈത്യ ഹോളിൻ്റെ ഡിസൈൻ നോക്കിയാൽ റൂഫ് വുഡൻ ബീംസ് പോലെ തോന്നും, പക്ഷെ ആക്ച്വലി അത് സ്റ്റോണിൽ കാർവ് ചെയ്തതാണ്. ഇത് കാണുമ്പോൾ നമ്മൾ ലിറ്ററലി കൺഫ്യൂസ് ആവും, ഇത് വുഡാണോ സ്റ്റോൺ ആണോ? പിന്നെ ഇവിടെ വിഹാരാസ് ഉണ്ട്, അതായത് മോങ്സ് താമസിച്ചിരുന്ന റൂംസ് സിമ്പിളാണ്. ഒരു ബെഡ് പോലെ സ്മോൾ റേസ്ഡ് പ്ലാറ്റ്ഫോം, മിനിമൽ സ്പേസ്. ബട്ട് ഇമാജിൻ ചെയ്യൂ, ആ സമയത്ത് മോങ്സ് ഇവിടെ താമസിച്ച് മെഡിറ്റേഷൻ ചെയ്ത് സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്ത് ടോട്ടൽ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു കാർവിങ്സിൽ വോറിയേഴ്സ്, ഹോഴ്സസ്, ചാരിയറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. അതിൽ നിന്ന് ആ സമയത്തുള്ള സൊസൈറ്റി, ലൈഫ് സ്റ്റൈൽ, ഈവൻ ബാറ്റിൽസ് ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇവിടെ ഒരു യുണീക്ക് ഫീച്ചറുണ്ട്, വുഡൻ ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസ്. ഇന്ത്യൻ റോക്കറ്റ് കേവ്സിൽ ഇതുപോലെ ഡിസൈൻ എല്ലാത്തിലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭജേ കേവ്സ് ഹിസ്റ്ററി ലവേഴ്സിനും ആർക്കിടെക്ചർ സ്റ്റുഡൻസിനും ഒരു ട്രഷർ പോലെയാണ്. ലൊക്കേഷൻ വൈസ് ഇവിടെ റീച്ച് ചെയ്യാൻ കുറച്ച് ട്രക്കിംഗ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 200 സ്റ്റെപ്സ് കയറണം. സ്റ്റെപ്സ് കുറച്ച് സ്റ്റീപ്പായിരിക്കും, സോ റെഡി ആയിട്ട് വരണം. ബട്ട് ട്രസ്റ്റ് മീ, കയറി കഴിഞ്ഞാൽ വ്യൂ വർത്താണ്. ടോപ്പിൽ നിന്ന് നോക്കിയാൽ ഗ്രീൻ ഹിൽസ്, റെയിൽവേ ട്രാക്സ്, ലൊനാവല ഏരിയ ഫുൾ വ്യൂ. ഫ്രഷ് എയർ, സൈലന്റ് എൻവയോൺമെന്റ്, സിറ്റി നോയ്സ് ഒന്നുമില്ല. ഒരു കംപ്ലീറ്റ് മൈൻഡ് റിഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. മൺസൂൺ ടൈമിൽ ഇവിടെ വരുമ്പോൾ ആ എക്സ്പീരിയൻസ് ഡബിൾ ആവും. എല്ലാം ലഷ് ഗ്രീൻ ആയിരിക്കും. ചെറിയ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റും. ക്ലൗഡ്സ് ലിറ്ററലി നമ്മളുടെ ലെവലിൽ വരും. ടോട്ടൽ സിനിമാറ്റിക് ഫീല്. ബട്ട് ഒരു സ്മോൾ ടിപ്പ്, മോൺസൂണിൽ സ്റ്റെപ്സ് സ്ലിപ്പറി ആവും, സോ കെയർഫുൾ ആയി നടക്കുക. ഹിസ്റ്ററി വൈസ് നോക്കിയാൽ ഈ കേവ്സ് ബുദ്ധിസ്റ്റ് മോങ്സിന്റെ റെസിഡൻസ് ആയിരുന്നു. ആ സമയത്ത് ട്രേഡേഴ്സ്, ട്രാവലേഴ്സ് ഒക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വരുമായിരുന്നു എന്ന് പറയുന്നു. ബിക്കോസ് ഈ ലൊക്കേഷൻ ഏൻഷ്യൻ ട്രേഡ് റൂട്ടിലായിരുന്നു. അതായത് ഈ കേവ്സ് ജസ്റ്റ് റിലീജിയസ് പ്ലേസ് അല്ല, അതൊരു സോഷ്യൽ ഹബ്ബ് പോലെയുമായിരുന്നു. ഇവിടെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ഹെവനാണ്. റോക്ക് ടെക്സ്ചേഴ്സ്, കാർവിങ്സ്, സിമെട്രി എല്ലാം പെർഫെക്റ്റ് ഫ്രെയിംസ് ആണ്. എസ്പെഷ്യലി മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ ഷോട്ട്സ് കിട്ടും. നിങ്ങൾ ഹിസ്റ്ററി ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഇവിടെ ഓരോ ഡീറ്റെയിലും എൻജോയ് ചെയ്യും. നേച്ചർ ലവർ ആണെങ്കിൽ സറൗണ്ടിങ്സ് തന്നെ മതി ട്രിപ്പ് എൻജോയ് ചെയ്യാൻ. അതായത് എല്ലാവർക്കും സംതിങ് ഉണ്ട് ഇവിടെ. ട്രാവൽ ടിപ്സ് പറഞ്ഞാൽ മോർണിംഗ് ഏർലി പോകുന്നതാണ് ബെറ്റർ. ക്രൗഡ് കുറവായിരിക്കും, ക്ലൈമറ്റ് കൂളായിരിക്കും. വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യണം, ബിക്കോസ് ക്ലൈംബ് ഉണ്ട്. കംഫർട്ടബിൾ ഷൂസും മസ്റ്റാണ്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ലോനാവലയാണ്. അവിടെ നിന്ന് ഈസിലി റീച്ച് ചെയ്യാം. റോഡ് ട്രിപ്പ് ആയാലും സൂപ്പറാണ്, ബിക്കോസ് ആ റൂട്ട് തന്നെ സീനിക്കാണ്. സോ ഗൈസ്, നിങ്ങൾ ലോനാവല ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ടൈഗർ പോയിന്റ്, വാട്ടർഫോൾസ് മാത്രം കാണാൻ പോയി തിരിച്ചു വരരുത്. ഇതുപോലെ ഹിഡൻ ജെംസ് എക്സ്പ്ലോർ ചെയ്യണം. ഭജേ കേവ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യണം. ട്രസ്റ്റ് മീ, ഇതൊരു അണ്ടർ റേറ്റഡ് ബട്ട് സൂപ്പർ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ട്രാവൽ സ്റ്റോറീസും പ്ലേസസും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് റെക്കമെൻഡ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു അടിപൊളി ലൊക്കേഷനുമായിട്ട് ഞാൻ വരാം. അൺടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് കീപ് എക്സ്പ്ലോറിംഗ്. ബൈ ഗൈസ്.